ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര സ്പ്രിംഗ് മാട്രസ് ആൻഡ് ചാവറ മാട്രിമണി.com-ൽ അടുത്തത് ഒരു ഡാൻസോ ആ മിമിക്സ് പരിപാടിയല്ലേ കോമഡി ഉത്സവം? ആ കോമഡി ഉത്സവം മിമിക്സ് പരിപാടിയാണ്. ചേട്ടൻ ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ചേട്ടൻ ഒരുപാട് ഡബ് സ്മാഷ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല ചേട്ടൊക്കെ ഗംഭീരമായിട്ട് ഡബ് സ്മാഷ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. പക്ഷെ ഡബ് സ്മാഷ് വെച്ചിട്ട് ഒരു ഡാൻസ് കളിക്കാൻ പറ്റും? അത് വെറൈറ്റി അല്ലേ? തീർച്ചയായിട്ടും വെറൈറ്റി. ഡബ് സ്മാഷ് വെച്ച് ഡാൻസ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഡാൻസ് കളിക്കുമ്പോൾ അതിനകത്തും ഒരു ചേഞ്ച് കൊടുക്കണ്ടേ? ഇത് കോമഡി ഉത്സവത്തിന്റെ ഡെഡിക്കേഷൻ ആണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് വേണ്ടി. ലാലേട്ടന് വേണ്ടി ഒരു ഡബ് സ്മാഷ് ഡാൻസ് brought to you by D-Souls Dance Company. D-Souls Dance Company will perform here. അവർക്ക് വേണ്ടി എല്ലാവരും come on please. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ അവൻ? വിളിക്കേ. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. ഇത് ചവിട്ടിപ്പൊട്ടിച്ച് നിന്റെ കാലവും വെട്ടി. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? Is it 66557? നിന്റെ അച്ഛൻ അപ്പുള്ള എത്തണ്ടി. ആശുപത്രി കൊണ്ടുപോകണം. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. മാലിനിയുടെ തീരങ്ങൾ കഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. കനകത്തിൻ താമരൈ പ്രണയത്തിൻ താളുകളിൽ കാണും തലമെഴുതുമ്പോൾ ആരോടും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. കോഴിയെ കയ്യിലെടുക്കുക, കൈകൾ ഇരുവശത്തേക്കും അകത്തുക, കാലുകൾ ഇരുവശത്തേക്കും അകത്തുക, കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. അല്ല, തീർന്നില്ല. പിന്നെ കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴി കവിതയുമായി എന്റെ ഗാനം നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മറന്നു വരും. ഇതെന്തൊരു ശല്യ. ശ്രീനിവാസ സവാരി ഗിരിഗിരി കയ്യട് മോനെ.
ഒരുകനടഞ്ഞ നരസിംഹ നരസിംഹ അതെ Results. കലക്കി എന്ന് പറഞ്ഞാണല്ലോ. അല്ല പ്രചോദിനെ അറിയില്ല ഇവരെ കുറിച്ച്. മിഥുന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു ഡാൻസ് ആണ് ഇവർ പ്രസന്റ് ചെയ്തത്. എന്നിട്ട് ദുൽഖർ സൽമാൻ നേരിട്ട് വിളിച്ചിട്ട് ഇവർ അഭിനന്ദിച്ചു. പക്ഷെ ഇത് ഒരു ഐഡിയ ഇതിനെ സമ്മതിച്ചു കേട്ടോ. അല്ലേ? നിങ്ങൾ ഈ ഒരു 6 പേരുടെ ഐഡിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു 1.5 സിനിമയ്ക്കുള്ള സംഭവം തന്നെയാണ്. അതെ, അതിനെല്ലാരും ചേർന്ന് നല്ല കൈഡി കൊടുത്തേ കേക്കട്ടെ. പക്രു ചേട്ടാ, ആദ്യം തന്നെ 6 പേരും അടിച്ചു പൊളിച്ചു കളഞ്ഞു. പിന്നെ ഇടയ്ക്ക് അത്യാവശ്യം തമാശ ഉണ്ടായിരുന്നു. ഇവിടെ മൂമെന്റ്സിലെല്ലാം തമാശ ഉണ്ടായിരുന്നു. അതുപോലെ കോഴിയെ കയ്യിലെടുക്കാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല അങ്ങേരെ പെട്ടെന്ന് ഇങ്ങനെ കയ്യിലെടുത്തിട്ട്. അത് കോഴി ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നതൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് എന്താണ് ഇവിടെ കാര്യം എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആദ്യം ഇവര് വന്നപ്പോ ഡാൻസിന് എന്താണ് ഇതിനകത്ത് കാര്യം നമ്മള് ചിന്തിച്ചതിനൊക്കെ അപ്പുറത്താണ് ഇവരുടെ പെർഫോമൻസ്. ഇനി ഇതേപോലുള്ള രസകരമായ നമ്പറുകളുമായി വീണ്ടും ഈ വഴികളിലൂടെ ആനകളെയും തെളിച്ചുകൊണ്ട് വരുമോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്ന പ്രശ്നമില്ല, ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല, ഇറക്കി വിട്ടാലും പോവില്ല. അല്ല, ഇപ്പൊ ലാലേട്ടനുള്ള ഡെഡിക്കേഷൻ ആയിട്ടാണ് വന്നത്. ഇനിയും നമുക്ക് സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, അവർക്കുള്ള ഡെഡിക്കേഷൻ ആയിട്ട് ഈ വേദിയിലെത്തണം. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത ഡെഡിക്കേഷൻ മമ്മൂക്കയ്ക്ക് വേണ്ടി നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. But right now, once again, a big applause for these souls. Thanks a lot, guys. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു അവാർഡ് ഷോന്റെ ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഉത്സവം എന്നൊക്കെ പറഞ്ഞ ഇതാണ് റിയൽ ഉത്സവം. യഥാർത്ഥത്തിൽ ഒരു പുതിയ ഉത്സവമായിരുന്നു അല്ലെ? കാരണം ഡാൻസിലൂടെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയ ഒരു സംഭവം എന്ന് പറഞ്ഞത്. ഇങ്ങനൊരു സംഭവം ഡാൻസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യമായിട്ടാണ്. ഇന്നത്തെ എപ്പിസോഡ് വളരെ കൗതുകകരമായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. ഇനി അടുത്ത എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളും ആണെന്ന് നമുക്കറിയാം.